ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു തിരക്ക് പിടിച്ചൊരു വൈകുന്നേരത്തെ ചെറിയ വ്ളോഗാണ് ഇട്ടിട്ടേക്കുന്നത്. ഒരു ഉച്ചര നേരം DTDC എന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീഷ്മയ്ക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട്, വേഗം ഇവിടെ വന്നിട്ട് കൈപ്പറ്റേണ്ടതാണെന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ പിള്ളേർ സെറ്റൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ സംഭവം അത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്കൊരു ചെയിന് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഒരു താലി മോഡൽ, പവിത്രം എന്നാട്ടോ ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. സംഭവം നല്ല ക്യൂട്ടായിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടമായി ഈ മോഡൽ. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങി തിരിച്ചു വരുമ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് അവിൽപ്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഉള്ള കാര്യം നാത്തൂനെ വേഗം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളിവിടെ ഉണ്ട്, വേഗം പോരെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളിതാ വേഗം എത്തിയിട്ടുണ്ട്. ഈ ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറേ ദിവസമായിരിക്കണം. എപ്പോഴും ഇത് കൂടെ പോകുമ്പോൾ വിചാരിക്കും കയറണമെന്ന്, പറ്റാറില്ല. അപ്പോൾ ഇന്നൊരു ചാൻസ് കിട്ടിയപ്പോൾ കയറിയതാണ്. അപ്പോൾ ഞങ്ങളൊരു മെക്സിക്കൻ ലോഡർ ഫ്രൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം ഇത് കഴിക്കണം എന്ന് വെച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂട്ടത്തിൽ ഇവിടെ ഒരുപാട് വെറൈറ്റി അവിൽ മിൽക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ ഞങ്ങൾ അത് സംഭവം എനിക്ക് എഡിറ്റ് ചെയ്യുമ്പം ഈ ഭാഗം വരുമ്പോൾ അറിയാതെ ചിരി വന്നു പോകും. കാരണം ലോഡർ ഫ്രൈസ് ഇക്രൂന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അത് കൊണ്ടുവന്ന പാടെ അപ്പം ഫുൾ അതിൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു. ചേച്ചി കളിയാക്കി ചോദിക്കുക, എനിക്കിനി വല്ലതും വേണോ, വേറെ എന്തെങ്കിലും കുത്തി കയറ്റണോ എന്ന് ചോദിക്കുന്നുണ്ട് അവനോടൊക്കെ. അത് കാണുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പല പ്രാവശ്യം കൺട്രോൾ ചെയ്തെങ്കിലും ആ സമയമാകുമ്പോൾ എനിക്ക് അറിയാതെ ചിരി വന്നു പോവാണ് കേട്ടോ. അവിൽ മിൽക്കൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു. സേമിയയും നട്ട്സും ഐസ്ക്രീമൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. 50 രൂപയ്ക്കൊക്കെ നല്ല വർത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പൈപ്പൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, ഒരു കണക്ടറൊക്കെ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി കുറച്ച് നേരമൊക്കെ ഓരോന്ന് നോക്കി സമയമൊക്കെ കളഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോണത് മീൻ മാർക്കറ്റിലേക്കാണ്. എരമംഗലത്ത് ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് മീൻ മേടിക്കാനാണ്. ചേച്ചിക്കാണെങ്കിൽ മീൻ വാങ്ങുന്ന സമയത്ത് നമ്മൾ CID മൂസിൽ ബിന്ദു പണിക്കരെ പോലെയാണ്. ഷോപ്പിൽ കയറുമ്പോൾ മുപ്പരാൾ ഒരു ആങ്സൈറ്റി ഇല്ലേ, അതേപോലെയാണ്. അത് വേണം, ഇത് വേണം, അതെന്താ വില, ഇതെന്താ വില വെച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ് ആൾക്ക്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് എന്താ വാങ്ങിയേ, അയിലക്കണ്ണൻ വാങ്ങി, പിന്നെ ഒരു പതിപ്പൂട്ടാന്ന് പറയും, കായൽ മീനാണ്, അതും വാങ്ങി. അത് കഴിഞ്ഞിട്ട് മൂപ്പരാൾ വേറെ എന്തോ വില ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചു. സംഭവം എന്താ വെച്ചാൽ മീനിൻ്റെ ഭാഗത്തേക്കൊന്നും അടുക്കാൻ പറ്റാത്ത വിലയോ. ചെമ്മീനൊക്കെ 400 രൂപയായിരുന്നു വില. പിന്നെ ചേച്ചിക്ക് എന്താ വെച്ചാൽ ഇവിടെ നാട്ടിൽ വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനത്തെ മീനൊക്കെ കഴിക്കാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ ആള് 1-2 നേരമൊക്കെ മീനൊക്കെ വാങ്ങിയിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പച്ചക്കറി ഭാഗത്തേക്കൊന്ന് നോക്കി അവിടെ എന്തെങ്കിലും വാങ്ങാൻ പറ്റുന്നു. പക്ഷെ അവിടെ നിന്ന് പച്ചക്കറി സാധനങ്ങളും ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. എന്താ വെച്ചാൽ പച്ചക്കറി ഐറ്റംസൊക്കെ നമുക്ക് വീടിൻ്റെ അടുത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഏട്ടൻ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ കഴിക്കാൻ കയറിയത് അറിഞ്ഞിട്ട് ആൾക്കൊരു ഫലാഫിൽ റോള് വേണമെന്ന്. അപ്പം അത് വീടിൻ്റെ അടുത്ത് ഒരു ഷോപ്പിലുണ്ട്. അവിടുന്ന് ഏട്ടനത് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം നല്ല ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അത്യാവശ്യം ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ഓംലെറ്റ് ഫലാഫിലൊക്കെ വെച്ചിട്ട് ഒരു റോള് 40 രൂപയുള്ളൂ. പക്ഷെ ഒരു നേരം അത് കഴിച്ചാൽ വേറെ ഒന്നും കഴിക്കത്തില്ല, അത്രയും ഉണ്ടാവും. അപ്പം ഞാൻ വാങ്ങാൻ വേണ്ടി കയറി. നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അവിൽ മിൽക്കൊക്കെ തട്ടിയിട്ട് അത്യാവശ്യം മധുരം ചെന്നിട്ടുണ്ട്. അതിൻ്റെ ഉറക്കച്ചടവിൽ ഇരിക്കുകയാണ്. കുട്ടികളെനൊക്കെ വീട്ടിലേക്ക് പറഞ്ഞയച്ചേ. ഷോപ്പിൽ നിന്ന് കുറച്ചുള്ളൂ വീട്ടിലേക്ക് നടക്കാൻ. ഇതേ സമയം ചേച്ചി പുറത്ത് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കത് എരമംഗലത്ത് നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി ലാഭം ഇവിടെ ഒന്ന് നേരെ ഇരുട്ടിക്കഴിഞ്ഞാൽ ലോറിയിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ട് ആൾക്കാർ വരും. അത്യാവശ്യം നല്ല വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ഒന്നും വാങ്ങാതെ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങിയ കേട്ടോ. പിന്നെ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ചെറിയ രീതിക്ക് കേക്ക് മുറിയുണ്ട്. രണ്ടാമത്തെ ചേച്ചിയുടെ മോളെ പിറന്നാളാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ചെറിയ രീതിക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊണ്ടുവന്ന മീൻ വേഗത ചട്ടിയിലാക്കിയിട്ടുണ്ട്, അയിലക്കണൻ. പിന്നെ ഏട്ടന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫലാഫിൽ റോള്, മൂപ്പരാൾ 2 പീസ് കടിച്ചിട്ട് ബാക്കിതാ എനിക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൺമണിക്കുട്ടി അവളുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടിയിട്ട് ആ ബർത്ത്ഡേ കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. എനിക്കിങ്ങനെ കമ്മണി എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കും. ആദ്യം കമ്മനോട് ഞാൻ കൊടുത്തു
അക്കി കൊടുത്ത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ട്ടോ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.